Hello friends, once again welcome back to my new video. Okay, കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി നമ്മൾ പ്രിപ്പോസിഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രിപ്പോസിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിപ്പോസിഷന്റെ ലാസ്റ്റ് പാർട്ടായിട്ടാണ്. കാരണം ഇന്നത്തെ വീഡിയോയിലൂടെ ഓൾമോസ്റ്റ് എല്ലാ പ്രിപ്പോസിഷൻ നമ്മൾ കവർ ചെയ്യും. കാരണം കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നമുക്ക് കുറേ പ്രിപ്പോസിഷൻ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, കണ്ടിന്യൂഷൻ വീഡിയോ ആയതുകൊണ്ട് നമ്മൾ അധികം പറഞ്ഞ് ലോങ് ആക്കുന്നില്ല വീഡിയോ. ഓക്കെ, നമുക്ക് പ്രിപ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രിപ്പോസിഷൻ ഫസ്റ്റ് വൺ ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ ആണ്. ബിറ്റ്വീൻ. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആർ യു റെഡി? ഫസ്റ്റ് പ്രിപ്പോസിഷൻ ബിറ്റ്വീൻ. നോക്കാം. ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷന്റെ അർത്ഥം. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ, അതായത് ഇടയിൽ എന്ന അർത്ഥത്തിലാണ് ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുക. ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ ഇടയിൽ, രണ്ടിനിടയിൽ, അതായത് രണ്ട് വസ്തുക്കൾക്കിടയിൽ, അതായത് രണ്ട് വ്യക്തികൾക്കിടയിൽ എന്ന് ഇടയിൽ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? രണ്ട് വസ്തുക്കൾക്ക് ഇടയിൽ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? അത് അത്രയേ ഉള്ളൂ. നമ്മൾ കൂടുതലായിട്ട് അങ്ങനെ കൺഫ്യൂഷൻ ആക്കുക. നമുക്ക് എക്സാമ്പിൾ പറയുമ്പം കുറച്ചുകൂടെ വ്യക്തതയിൽ, കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് നമുക്കത് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കാം. ഐ സാറ്റ് ബിറ്റ്വീൻ സീത ആൻഡ് രാധ. ഐ സാറ്റ് ബിറ്റ്വീൻ സീത ആൻഡ് രാധ. ഞാൻ സീതയുടെയും രാധയുടെയും ഇടയിൽ ഇരുന്നു. ആ ഇടയിൽ എന്ന് കിട്ടാൻ വേണ്ടി രണ്ട് വസ്തുക്കൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഇടയിൽ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബിറ്റ്വീൻ. ക്ലിയർ? ഐ സാറ്റ് ബിറ്റ്വീൻ സീത ആൻഡ് രാധ. ഇടയിൽ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് അറിയാം, എക്സാംസിനൊക്കെ നമുക്ക് ബിറ്റ്വീൻ എന്ന് കണ്ടാൽ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇടയിൽ എന്ന അർത്ഥത്തിൽ. ക്ലിയർ? രണ്ട് വസ്തുക്കൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഇടയിൽ. എക്സാമ്പിൾ നമ്മളൊന്ന് നോട്ട് ചെയ്ത് നോക്കാം. ബിറ്റ്വീന്റെ ഒരു യൂസേജും കൂടെ നമ്മൾ പഠിക്കണം. അത് എന്താണ് നമുക്ക് നോക്കാം. യൂസ് ബിറ്റ്വീൻ. ടോക്ക് അബൌട്ട് ഡ്യൂറേഷൻ. ടു ടോക്ക് അബൌട്ട് ഡ്യൂറേഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി. അതായത് ഒരു ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടി, ഇത്ര മുതൽ ഇത്ര വരെ എന്നുള്ളൊരു ടൈം ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. ക്ലിയർ? നമുക്ക് എക്സാമ്പിൾ നോക്കാം. ദ ഓഫീസ് വർക്ക്സ് ബിറ്റ്വീൻ 10 AM and 5 PM. ക്ലിയർ? ഒരു ടൈം ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടി, ഈ ഓഫീസ് വർക്ക് ചെയ്യുന്നത് ഇത്ര മുതൽ ഇത്ര ഇടയിൽ, ആ ഒരു ടൈം ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. ക്ലിയർ? ഇത്രയാണ് ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷനെ പറ്റി പറയാനുള്ളത്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് എമങ്. അതും ഈ ബിറ്റ്വീനും എമങ്ങും നമ്മൾ കമ്പയർ ചെയ്ത് നമ്മൾ കൂടുതൽ സിമ്പിൾ ആവും, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ബിറ്റ്വീൻ എമങ്, അതിന്റെ രണ്ട്, എമങ് എന്ന് പറഞ്ഞ പ്രിപ്പോസിഷനും ഇടയിൽ എന്ന അർത്ഥത്തിലാണ് നമ്മൾ എമങ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുക. ഇനി നോക്കിയേ, ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എഡിറ്റിംഗ് ഏരിയയിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം എമങ് എന്ന് പറഞ്ഞാലും ഇടയിലാണ്, ബിറ്റ്വീൻ എന്ന് പറഞ്ഞാലും ഇടയിലാണ്. പക്ഷേ എമങ് എന്ന് പറയുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ രണ്ട് വസ്തുക്കൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്കിടയിൽ പക്ഷെ എമങ് എന്ന് പറഞ്ഞാല് രണ്ടിൽ കൂടുതലുള്ളതിനെ നമ്മൾ എമങ് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കണം. ഇൻവോൾവ്സ് മോർ ദാൻ ടു. എമങ് ഇൻവോൾവ്സ് മോർ ദാൻ ടു. അതായത് രണ്ടിൽ കൂടുതലുള്ളതിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എമങ് യൂസ് ചെയ്യും. രണ്ട് വസ്തുക്കൾക്കിടയിൽ രണ്ട് വ്യക്തികൾക്കിടയിൽ എന്നെല്ലാം പറയാണ് ബിറ്റ്വീൻ യൂസ് ചെയ്യുക. പക്ഷെ എമങ് എന്ന് പറഞ്ഞാൽ ഇടയിലാണ്. പക്ഷെ എന്താ, രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ, എമങ് ഇൻവോൾവ് മോർ ദാൻ ടു, രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അവിടെ എമങ് യൂസ് ചെയ്യും. എക്സാമ്പിൾ നോക്കിയേ. എക്സാമ്പിൾ നോക്കുമ്പോഴാണ് നമുക്കത് ക്ലിയർ ആവും, മൈൻഡ് സെറ്റ് ആവുക. ഓക്കെ, ഐ സാറ്റ് എമങ് ദം. ഐ സാറ്റ് എമങ് ദം. നമുക്ക് മറ്റേ എക്സാമ്പിളിന് കണക്ട് ചെയ്ത് തന്നെ നോക്കാം. മറ്റേത് നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞേ, ഐ സാറ്റ് ബിറ്റ്വീൻ സീത ആൻഡ് രാധ. ഞാൻ സീതയുടെയും രാധയുടെയും ഇടയിൽ ഇരുന്നു. സാറ്റ് എമങ് ദം, ഞാൻ അവരുടെ ഇടയിലിരുന്നു. അതായത് രണ്ടിൽ കൂടുതലുണ്ട്. അവര് എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതലുണ്ടാവില്ലേ. ഐ സാറ്റ് എമങ് ദം, ഞാൻ അവരുടെ ഇടയിലിരുന്നു. അപ്പൊ എമങ് മനസ്സിലായ? രണ്ടിൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എമങ് യൂസ് ചെയ്യും. അതായത് രണ്ടെണ്ണാണെങ്കിൽ ബിറ്റ്വീനും, എമങ് എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ കറക്റ്റ് ചെയ്യണം. അവിടെ നമ്മൾ സെന്റൻസിൽ ചേർക്കുന്നത് എമങ് ആണ്. ക്ലിയർ? ഒന്നും കൂടെ നോക്കുക. ബിറ്റ്വീൻ ആൻഡ് എമങ്. ക്ലിയർ? കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. എമങ്ങിന്റെ വേറൊരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഹി ഈസ് എമങ് ഹിസ് ഫ്രണ്ട്.
ഹി ഈസ് എമംഗ് ഹിസ് ഫ്രണ്ട്. അവൻ അവന്റെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലുണ്ട്. അവൻ അവന്റെ സുഹൃത്തുക്കളുടെ ഇടയിലുണ്ട്. ഹി ഈസ് എമംഗ് ഹിസ് ഫ്രണ്ട്. അവൻ അവന്റെ സുഹൃത്തുക്കളുടെ ഇടയിലുണ്ട്. കണ്ടോ, രണ്ടിൽ കൂടുതലുള്ളതിന്റെ സ്ഥലത്ത്, രണ്ടിൽ കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ എമംഗ് യൂസ് ചെയ്യും. രണ്ടിന്റെ അർത്ഥം ഇടയിലാണ്. പക്ഷെങ്കിൽ രണ്ടെണ്ണം വരുമ്പം ബിറ്റ്വീനും എമംഗ് എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതലുണ്ടെങ്കിലും. ക്ലിയർ? ഓക്കെ ആയില്ലേ? ഇനി നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇനി നമുക്ക് എഡിറ്റിംഗ് ഏരിയയിൽ വന്നാൽ ഇവിടെ എമംഗ് ആണോ ഇവിടെ ബിറ്റ്വീൻ ആണോ നമുക്ക് ക്ലിയർ ആണ്. കാരണം രണ്ടെണ്ണത്തിന്റെ ഇടയിൽ ബിറ്റ്വീനും രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ എമംഗ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോവാം. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. കൂടുതലായിട്ട് കൺഫ്യൂഷൻ ആക്കാനൊന്നുമില്ല, അതുകൊണ്ടാണ് സ്പീഡ് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ സിൻസ്. സിൻസ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സിൻസ് എന്ന പ്രിപ്പോസിഷൻ നമുക്ക് നോക്കാം. സിൻസ് എന്ന പ്രിപ്പോസിഷന്റെ അർത്ഥം മുതൽ. മുതൽ, ഇത്ര മുതലേ. സിൻസ് എന്ന് പറഞ്ഞാൽ മുതൽ, അതായത് പണ്ട് മുതലേ, ഇന്ന് മുതലേ, ഇങ്ങനെ ആ ഒരു മുതൽ എന്നൊരു അർത്ഥത്തിൽ. നിങ്ങൾ എക്സാമ്പിൾ നോക്കുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുക. നോക്കിയേ, എക്സാമ്പിൾ പറയുമ്പോഴാണ് നമുക്ക് സിൻസ് എന്ന പ്രിപ്പോസിഷനെ കൂടുതലായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ക്ലിയർ ആവാം. ഓക്കെ, നോക്കിയേ. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2014. എന്താണ്? ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2014. നോക്കിയ എക്സാമ്പിൾ നോക്കിയാ എന്താ അതിന്റെ അർത്ഥം? 2014 മുതലേ ഇവിടെ താമസിക്കുന്നു. മുതലേ, ഞാൻ 2014 മുതലേ ഇവിടെ താമസിക്കുന്നു അർത്ഥം കിട്ടാൻ വേണ്ടി, 2014 മുതലേ ഇവിടെ താമസിക്കുന്നു അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മള് സിൻസ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. ക്ലിയർ? ഓക്കെ അല്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിയേ. എപ്പോഴും നമ്മൾ സിൻസ് എന്ന പ്രിപ്പോസിഷൻ പറയുമ്പോൾ മെയിൻ ആയിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ മോർണിംഗ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ് അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് ആഫ്റ്റർനൂൺ. രാവിലെ മുതലേ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. രാവിലെ മുതലേ, മുതലേ എന്ന അർത്ഥത്തിൽ. ക്ലിയർ? സിൻസ് എന്ന പ്രിപ്പോസിഷന്റെ മീനിങ് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് പോവാം. ഓക്കെ, ഇതൊന്നും അധികം കൺഫ്യൂഷൻസ് ഉണ്ടാക്കൂല. നമുക്കൊരു സെന്റൻസ് തന്നാൽ തന്നെ ഈ ബിറ്റ്വീൻ, എമംഗ്, സിൻസ് അതൊക്കെ നമുക്ക് ആ സെന്റൻസ് ഒന്ന് വായിക്കുമ്പോൾ തന്നെ ഇവിടെ ഇന്നതാ വരുമോ, നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ഇറ്റ്, ഇറ്റ്, ഇൻ, ഓൺ, അറ്റ് എന്ന പോലെയുള്ള പ്രിപ്പോസിഷൻ പറയുന്ന പോലെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാത്തത് കൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. ഇനി നെക്സ്റ്റ് പ്രിപ്പോസിഷൻ നോക്കിയേ. ബിഫോർ, മുമ്പ് അല്ലെങ്കിൽ മുൻപിൽ. മുമ്പ് അല്ലെങ്കിൽ മുൻപിൽ. മുമ്പ് അല്ലെങ്കിൽ മുൻപിൽ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബിഫോർ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. നോക്കിയേ, സിമ്പിൾ അല്ല? മുമ്പ്, മുൻപിൽ എന്നൊരു അർത്ഥം കിട്ടാൻ വേണ്ടി. എക്സാമ്പിൾ നോക്കി, അതൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ അർത്ഥത്തിൽ തന്നെയുണ്ട്. ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ് അല്ലെങ്കിൽ മുൻപിൽ. ക്ലിയർ? ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഐ വിൽ ഫിനിഷ് മൈ ഹോംവർക്ക് ബിഫോർ ലഞ്ച്. ഐ വിൽ ഫിനിഷ് മൈ ഹോംവർക്ക് ബിഫോർ ലഞ്ച്. ലഞ്ചിന് മുന്നേ ഞാൻ എന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്യും. ക്ലിയർ? മുമ്പ് എന്ന എക്സാമ്പിൾ നമുക്ക് ഒരുപാട് എക്സാമ്പിൾ കിട്ടും. ഏത് സെന്റൻസ് തന്നാലും ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് എന്താണ് പക്ക നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ബിഹൈൻഡ്. ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പുറകിൽ. പുറകിൽ എന്ന അർത്ഥം കിട്ടാനാണ് ബിഹൈൻഡ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുക. ബിഹൈൻഡ്, പുറകിൽ എന്ന അർത്ഥം കിട്ടാൻ. നോക്കിയേ, സ്റ്റേ ബിഹൈൻഡ് മീ. സ്റ്റേ ബിഹൈൻഡ് മീ. എന്താ? പുറകിൽ നിൽക്കൂ. സ്റ്റേ ബിഹൈൻഡ് മീ. ക്ലിയർ? സിമ്പിൾ അല്ലേ? പിറകിൽ എന്ന അർത്ഥം കിട്ടാൻ. സ്റ്റേ ബിഹൈൻഡ് മീ. അതാണ് എക്സാമ്പിൾ. ഓക്കെ, നമുക്ക് ഇന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. ഇന്ന് എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തെന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ, രണ്ട് വസ്തുക്കൾക്കിടയിൽ തന്നെ, രണ്ട് വ്യക്തികൾക്കിടയിൽ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. ദെൻ നമ്മൾ പഠിച്ചു എമംഗ്. എമംഗ് എന്ന് പറഞ്ഞാലും ഇടയിൽ, പക്ഷേ വ്യത്യാസം. അതിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ രണ്ടിൽ കൂടുതൽ, ഇൻവോൾവ്സ് മോർ ദാൻ ടു. അതായത് രണ്ടിൽ കൂടുതൽ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ രണ്ടിൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എമംഗ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. നമുക്ക് അതിന്റെ എക്സാമ്പിൾ പഠിച്ചു. ഐ സാറ്റ് എമംഗ് ദം. ഞാൻ അവരുടെ ഇടയിൽ ഇരുന്നു. ബിറ്റ്വീൻ ആകുമ്പോൾ ഐ സാറ്റ് ബിറ്റ്വീൻ സീത ആൻഡ് രാധ. അതായത് ആ രണ്ട് വ്യക്തികളാകുമ്പോൾ അതിന് ബിറ്റ്വീൻ യൂസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചു സിൻസ് പഠിച്ചു. മുതലേ. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2014. സിൻസ്, മുതലേ. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. അതായത് മുതലേ എന്ന അർത്ഥത്തിൽ നമ്മൾ സിൻസ് എന്ന പ്രിപ്പോസിഷൻ പഠിച്ചു. ബിഫോർ എന്ന പ്രിപ്പോസിഷൻ, മുമ്പ്, മുൻപിൽ എന്ന അർത്ഥത്തിൽ ബിഫോർ എന്ന പ്രിപ്പോസിഷൻ പഠിച്ചു. ദെൻ ബിഹൈൻഡ് പഠിച്ചു. പിറകിൽ എന്ന അർത്ഥത്തിൽ ബിഹൈൻഡ് എന്ന പ്രിപ്പോസിഷനും പഠിച്ചു. സിമ്പിൾ ആണ്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. ഓക്കെ, പൊസിഷൻ പാർട്ട് ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.